ഹായ്, ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു കീ മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. നമുക്കിതിൽ ശരിക്കും നമ്മളുടെ സാധാരണ നമ്മൾ ഗവൺമെന്റ് പ്രൊജക്റ്റിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലോ അതും അല്ലെങ്കിൽ നമ്മൾ റിസോർട്ടുകളിലോ ഹോസ്പിറ്റാലിറ്റി സെഗ്മെന്റിലോ ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ഡിവൈസ് ആണ്. ഇതിന്റെ കീ മാനേജ്മെന്റ് സിസ്റ്റം സ്മാർട്ട് കീ മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. ഇതിൽ നമുക്ക് ആരുടെ കീ ആണോ ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത് അവരുടെ 4 രീതിയിലുള്ള ഓതന്റിക്കേഷൻ നമുക്ക് ഈ ഡിവൈസിൽ കൊടുക്കാൻ പറ്റും. ഇതിൽ ഫേസ് ഓതന്റിക്കേഷൻ ഉണ്ട്, നമുക്ക് RFID കാർഡ് ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ NFC കാർഡ് ഉപയോഗിക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതില് ഓതറൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമുക്ക് ഇപ്പൊ ഞാൻ എന്റെ ഫേസ് ഇതിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫേസ് ഓതന്റിക്കേഷൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എന്റെ ഫേസ് ഡിറ്റക്ട് ചെയ്തു. ഇനി ഇതിൽ കീസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ള കീസ് നമുക്ക് ഈ ബ്ലൂ സിഗ്നലിൽ കാണുന്നത് ഇതിലെ ഏത് കീ വേണമെങ്കിലും നമുക്ക് അറ്റ് എ ടൈം എടുക്കാൻ പറ്റും. അപ്പൊ എനിക്ക് കീ നമ്പർ ഇപ്പൊ നമ്മൾ 3 ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ കീ സെലക്ട് ചെയ്യുന്നതോടുകൂടി ഇതിന്റെ ഡോർ ഓപ്പൺ ആയി. ഞാൻ ഇതിന്ന് ഇപ്പൊ ഇതിലെ റെഡ് മാർക്കിൽ നമുക്ക് വേണ്ട കീ ഓൾറെഡി ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ ഇതിന്ന് കീ ഔട്ട് ചെയ്തു. ജസ്റ്റ് ഔട്ട്. വേറെ ഒരു കീയും നമുക്ക് ഇതിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, റിലീസ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഏത് കീ ആണോ നമ്മളിവിടെ സ്ക്രീനിൽ സെലക്ട് ചെയ്ത് ആ കീ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഔട്ട് എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഞാൻ ഡോർ ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിനു ശേഷം എന്റെ കീന്റെ ഉപയോഗം കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഈ കാർഡിന്റെ അവിടെ ഈ കീ ടാപ്പ് ചെയ്യാണ്. ടാപ്പ് ചെയ്യുമ്പോൾ ഡോർ വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, ഓപ്പൺ ആക്കി തരും. എവിടെയാണോ ഈ കീ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതിന്റെ അവിടെ നമുക്ക് ലൈറ്റ് ഇൻഡിക്കേഷൻ ഉണ്ടാവും. അവിടെ നമുക്ക് കീ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡോർ എന്ത് ചെയ്യാൻ പറ്റും, ലോക്ക് ചെയ്യാൻ കഴിയും. സോ ഇതൊരു സ്മാർട്ട് കീ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് ഗവൺമെന്റ് പ്രൊജക്റ്റിലാണെങ്കിലും റിസോർട്ട് പ്രൊജക്റ്റിലാണെങ്കിലും ഹോസ്പിറ്റാലിറ്റി പ്രൊജക്റ്റിലാണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ആണ്. കാരണം നമ്മളുടെ കീ കളവ് പോകുക അല്ലെങ്കിൽ കീ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഇൻസിഡന്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെയുള്ള എല്ലാ പ്രൊമൈസസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ ഒരു 50 നമ്പേഴ്സ് കീ ഹോൾഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. അതിന്റെ തന്നെ ചെറിയൊരു സീരീസ് ഉണ്ട്. നമുക്ക് സ്ക്രീൻ ചെറുതാണെന്നുള്ളൂ. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 12 കീ വെച്ചിട്ടുള്ള ഡിവൈസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ 3 സെഗ്മെന്റിൽ നമുക്കിത് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.